ഹായ്, എല്ലാവർക്കും നമസ്കാരം. നമുക്ക് പവിത്രം സീസൺ 2 വരാൻ പോകുന്ന ഒരു അപ്കമിങ് റിവ്യൂ കേൾക്കാം. അങ്ങനെ നമ്മുടെ വിക്രം ജയിലിലായിരിക്കുകയാണ്. വിക്രം ജയിലിലായതിനു ശേഷം വേദയുടെ സ്വത്തുക്കളെല്ലാം നോക്കി നടത്തുന്നത് ശ്രീകാന്താണ്. അതിനുശേഷം ശ്രീകാന്തിൻ്റെ അടുത്ത് ദീപ്തി പറയുന്നുണ്ട്, ഇനി ശ്രീയേട്ടൻ ഒറ്റയ്ക്ക് ഓഫീസിൽ പോകണ്ട, ഞാനും കൂടി ഓഫീസിലോട്ട് വരാമെന്ന് പറയുമ്പോൾ ശ്രീകാന്ത് അതിന് ശക്തമായിട്ട് എതിർക്കുന്നുണ്ട്. പക്ഷേ ദീപ്തി ഓഫീസിലോട്ട് വന്ന് കാര്യങ്ങളൊക്കെ അന്വേഷിക്കുന്നുണ്ട്. അതിനുശേഷം വീട്ടിൽ വന്ന് ശങ്കരനോട് പറയുന്നുണ്ട്, അച്ഛാ, ഓഫീസിലെ ക്രമക്കേടാണ് നടക്കുന്നതെല്ലാം, കമ്പനിയിലെ സ്റ്റാഫുകൾക്കൊന്നും കറക്റ്റായിട്ട് ശമ്പളവും മറ്റ് ആനുകൂല്യങ്ങളും ഒന്നും കൊടുക്കുന്നില്ല എന്നുള്ള കാര്യങ്ങളൊക്കെ വീട്ടിൽ വന്ന് ദീപ്തി ശങ്കരനെ അറിയിക്കുന്നുണ്ട്. അതനുസരിച്ച് ശങ്കരനാണ് പിന്നെ ഓഫീസിൻ്റെ ചുമതലകളൊക്കെ നോക്കി നടത്തുന്നത്. ദീപ്തി പറയുന്നുണ്ട്, അച്ഛൻ കമ്പനി കാര്യങ്ങളൊക്കെ നോക്കി നടത്തണം, അല്ലെങ്കിൽ ഓഫീസ് സാമ്പത്തിക ഒരുപാട് ക്രമക്കേടൊക്കെ നടക്കുന്നുണ്ടെന്നുള്ള കാര്യം അറിയിക്കുന്നു. അങ്ങനെ ശങ്കരൻ ഓഫീസിലോട്ട് ചെല്ലുന്നുണ്ട്. ആ സമയത്താണ് ശ്രീകാന്തും അങ്ങോട്ട് വരുന്നത്. ശങ്കരനെ റൂമിൽ ക്യാബിനിൽ കാണുന്ന ശ്രീകാന്ത് ചോദിക്കുന്നുണ്ട്, അച്ഛൻ എന്താ ഇവിടെ, എന്താ എനിക്കിങ്ങോട്ട് വന്നുകൂടെ എന്ന് ചോദിക്കും. ഇനി തൊട്ട് കമ്പനി കാര്യങ്ങളൊക്കെ ഞാനാ നോക്കുന്നതെന്ന് പറയും. അച്ഛനോ? അതെ, ഇത് എൻ്റെ അച്ഛനായിട്ടുണ്ടാക്കി നടത്തിയ ഓഫീസാണ്, ഇനി ഇവിടുത്തെ കാര്യങ്ങൾ ഞാൻ നോക്കിക്കോളാം. ഇത് വേദയ്ക്ക് അവകാശപ്പെട്ട സ്വത്തുകളാണ്, ഇനി ഇതിൻ്റെ അവകാശി വേദയുടെ കുഞ്ഞുങ്ങളും, അതുകൊണ്ട് തന്നെ നിനക്ക് ഈ കമ്പനിയുടെ അവകാശം ഞാൻ ഇനി തരാൻ ഉദ്ദേശിക്കുന്നില്ലെന്ന് പറയും. ഇതേ കണക്ക് ഒരുപാട് ഫൈറ്റ് നോക്കിയതാണ് നിങ്ങളുടെ മൂത്ത മകൾ. അതിനുശേഷം ഇപ്പോൾ അവളുടെ അവസ്ഥ കണ്ടു, എന്നെ പേടിച്ച് അവൾ ഈ നാട് വിട്ട് തന്നെ ഓടിപ്പോയേക്കും, അതേ അവസ്ഥ നിങ്ങൾക്ക് ഉണ്ടാവണമെന്ന് ചോദിക്കും. നീ എന്താ എന്നെ ഭീഷണിപ്പെടുത്തുകയാണെന്ന് ചോദിക്കും. അതെ, നിങ്ങളുടെ മക്കളും കൂടി ചേർന്ന് എന്നെ ഭീഷണിപ്പെടുത്താൻ ഭാവം എന്നുണ്ടെങ്കിൽ എനിക്കോ തിരിച്ച് ചെയ്യാനാണെന്നറിയാം. നീ എന്ത് പറഞ്ഞാലും ശരി ശ്രീകാന്തേ, നീ കാണിച്ചു കൂട്ടിയ എല്ലാ ക്രമക്കേടുകളും ഞാൻ പുറത്ത് കൊണ്ടുവരും. നിൻ്റെ കയ്യിൽ ഈ കമ്പനി ഒരിക്കലും ഞാൻ ഏൽപ്പിക്കാൻ ഉദ്ദേശിക്കുന്നില്ല, ഇത് വേദയ്ക്ക് അർഹതപ്പെട്ട മുതലാന്ന് പറയും. അങ്ങനെ ശ്രീകാന്ത് നല്ല ദേഷ്യത്തോടു കൂടിയാണ് ഓഫീസിൽ തിരിച്ച് വീട്ടിലോട്ട് വരുന്നത്. അതിനുശേഷം വിക്രം ഇങ്ങനെ വിഷമിച്ചാണ് ജയിലിലിരിക്കുന്നത്. അതേസമയം എല്ലാവരും ഓരോ ജോലികളൊക്കെ ചെയ്യുന്നുണ്ട്. വിക്രം മാത്രം ഒരു സ്ഥലത്ത് ഇങ്ങനെ മാറിയിരിക്കുകയാണ്, ഭക്ഷണം കൊടുത്തിട്ടൊന്നും കഴിക്കുന്നുമില്ല. ആ സമയത്താണ് നമ്മുടെ ജയിലിലോട്ടൊരു പുതിയ സൂപ്രണ്ട് വരുന്നത്. അദ്ദേഹം വിക്രത്തിനെ ഇങ്ങനെ നോക്കുന്നുണ്ട്. എല്ലാവരും നോക്കുന്ന സമയത്ത് വിക്രം മാത്രം ഒരു സ്ഥലത്ത് ഇങ്ങനെ മാറിയിരിക്കുന്നുണ്ട്. അദ്ദേഹം ചോദിക്കുന്നുണ്ട്, ഇവൻ എന്താ മാറിയിരിക്കുന്നതെന്ന് ചോദിക്കും. ഇവൻ കണ്ടിട്ടൊരു പാവം ആണെന്ന് തോന്നുന്നല്ലോ. അയ്യോ സാറേ, അവനെ കാഴ്ചയിൽ മാത്രമേ പാവമുള്ളൂ, അവൻ ഒരു കൊലപാതക കുറ്റത്തിന് ജയിലിൽ വന്നവനാന്ന് പറയും. കൊലപാതകമോ? അതേ സാറേ, അവൻ ഒരാളെ കുത്തിക്കൊന്നിട്ട് വന്ന് ജയിലിൽ കിടക്കുമെന്ന് പറയും. ഓ, കാഴ്ചയിൽ ഒരു പാവം കണക്ക് തോന്നുന്നു, ഒരു മാഷിൻ്റെ മകനാന്നൊക്കെ പറയുന്നുണ്ട്. അതിനുശേഷം വേദ, ഈ സമയത്തൊക്കെ നമ്മുടെ വേദ ഗർഭിണിയാണ്. ഈ സമയത്ത് വേദ ഡൽഹിയിൽ വേദയുടെ ഒരു കൂട്ടുകാരുടെ കൂടെ താമസിക്കുകയാണ്. എല്ലാവരിൽ നിന്നും ഒറ്റപ്പെട്ട് നാടും എല്ലാവരെയും അച്ഛനും അമ്മയും എല്ലാം ഉപേക്ഷിച്ച് വേദ മറ്റൊരു നാട്ടിൽ വരികയാണ്. അത് നമ്മുടെ ശ്രീകാന്തിനെ ഭയന്നാണ്. വിക്രത്തിൻ്റെ കുഞ്ഞിനെ ശ്രീകാന്തിനെ രക്ഷിക്കണം എന്നൊരൊറ്റ ഉദ്ദേശത്തോടു കൂടിയാണ് വേദ മറ്റൊരു നാട്ടിലോട്ട് വരുന്നത്. അങ്ങനെ ഡൽഹിയിലാണ്. ഡൽഹിയിൽ വരുന്ന വേദയ്ക്ക് സഹായത്തിനായിട്ട് വേദയുടെ അതേ പ്രായമുള്ള ഒരു പെൺകുട്ടി വേദയ്ക്ക് സഹായത്തിനെത്തുകയാണ്. അങ്ങനെ ആ കുട്ടിയാണ് വേദയെ തുടർന്ന് പഠിക്കാനും വേദയ്ക്ക് വേണ്ട എല്ലാ സൗകര്യങ്ങളും ചെയ്തു കൊടുക്കുന്നത്. പിറ്റേ ദിവസം രാവിലെ ഓഫീസിലോട്ട് പോകാൻ ശങ്കരൻ റെഡിയാവുകയാണ്. ആ സമയത്ത് ശ്രീകാന്ത് റൂമിലോട്ട് വരുന്നുണ്ട്. എന്താ ഇന്നും ഓഫീസിലോട്ട് വരാൻ തന്നെയാണ് ഉദ്ദേശം നോക്കും. നിന്നോട് ഞാൻ പറഞ്ഞില്ലേ, ഇനി തൊട്ട് കമ്പനി കാര്യങ്ങൾ ഞാനാ നോക്കുന്നെന്നുള്ളത്. നിനക്ക് ഉത്തരവാദിത്വമില്ല നോക്കി നടത്തുന്ന ഒരു സ്ഥാപനമല്ലത്. ഞാൻ പറഞ്ഞല്ലോ, അത് വേദയ്ക്ക് അവകാശപ്പെട്ട മുതലാണെന്നും അവൾ തിരിച്ചു വരുമ്പോൾ അവൾക്ക് തിരിച്ചു കൊടുക്കണമെന്ന് ഞാൻ നിന്നോട് പറഞ്ഞില്ലേ എന്ന് പറയും. ഇനി തൊട്ട് നിങ്ങൾ കമ്പനി കാര്യങ്ങൾ ഇടപെടേണ്ട. നിങ്ങളുടെ മോനുണ്ടല്ലോ, ആ ഗുണ്ട, അവൻ ജയിലിൽ നിന്ന് പുറത്ത് വരുമ്പോൾ അവന് ഏൽപ്പിക്കാനായിരിക്കും നിങ്ങളിതൊക്കെ നോക്കി നടത്തുന്നത്. ഇതൊക്കെ എനിക്ക് അവകാശപ്പെട്ടതാണ്. ഇതൊരിക്കലും നിങ്ങളുടെ മകൾക്കോ മരുമകനോ കൊടുക്കാൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല. എന്താടാ നീ പറഞ്ഞത്? നീ നടത്തിക്കൂട്ടിയ ക്രമക്കേടുകളല്ലേ എനിക്ക് പുറത്ത് കൊണ്ടുവരാൻ സാധിക്കും. നീ എൻ്റെ മകനാന്ന് പോലും ഞാൻ നോക്കത്തില്ലെന്ന് പറയും. ഓഹോ, നിങ്ങൾക്ക് അത്രയ്ക്ക് ധൈര്യമായോ എന്ന് ചോദിക്കും. അങ്ങനെയാണ് ഈ കാണിച്ചു തരാമെന്ന് പറഞ്ഞുകൊണ്ട് മാറലാന്ന് പറഞ്ഞുകൊണ്ട് ശ്രീകാന്തിൻ്റെ കൈ തട്ടി മാറ്റി ശങ്കരൻ പോകാൻ ശ്രമിക്കും തോറും ശങ്കരനെ തള്ളി കട്ടിലോട്ട് ഇടുകയാണ്. പെട്ടെന്നുള്ള വീഴ്ചയിൽ ശങ്കരൻ അവിടെ അൺകോൺഷ്യസ് ആയി വീഴുകയാണ്. ആ സമയത്ത് ബഹളം കേട്ടുകൊണ്ട് പെട്ടെന്ന് പത്മ ഓടി വരും. അയ്യോ അച്ഛാന്ന് പറഞ്ഞിട്ട് ശ്രീകാന്ത് അപ്പോഴേ അങ്ങ് ട്യൂൺ മാറ്റുകയാണ്. എന്താ മോനെ, എന്ത് പറ്റി? അയ്യോ അമ്മ, അച്ഛൻ ബാലൻസ് തെറ്റി വീണെന്ന് പറയും. അയ്യോ എന്ത് പറ്റി? അച്ഛൻ അനക്കമില്ലെന്ന് നമുക്ക് പെട്ടെന്ന് ഹോസ്പിറ്റലിൽ എത്തിക്കാമെന്ന് പറയും. അങ്ങനെ ഹോസ്പിറ്റലിൽ കൊണ്ട് ചെല്ലും. അങ്ങനെ ഹോസ്പിറ്റലിൽ ചെക്കപ്പൊക്കെ ചെയ്യുന്നുണ്ട്. ആ സമയത്ത് ഡോക്ടർ പറയും, 24 മണിക്കൂർ കഴിഞ്ഞിട്ട് എന്തെങ്കിലും പറയാൻ പറ്റത്തുള്ളൂ എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ശ്രീകാന്ത് പറയും, എന്തെങ്കിലുമൊക്കെ സംഭവിച്ചാൽ മതിയായിരുന്നു. അതിനുശേഷം തിരിച്ച് സർജറി റൂമിൽ നിന്ന് പുറത്തിറങ്ങി വരുന്ന ഡോക്ടർ പറയുന്നുണ്ട്, അച്ഛൻ്റെ ഒരു വശം ചെറിയൊരു അറ്റാക്ക് സംഭവിച്ചിരിക്കുകയാണ്, ഒരു വശം തളർന്നു പോയിട്ടുണ്ട്, സംസാരിക്കാനുള്ള ബുദ്ധിമുട്ടൊക്കെ ഉണ്ടെന്ന് പറയും. ഇത് ശ്രീകാന്തിന് വളരെയധികം സന്തോഷമാവുന്നുണ്ട്. ഇനി കമ്പനി കാര്യങ്ങളിലൊന്നും ഇടപെടണമെന്ന് പറഞ്ഞുകൊണ്ട് വരുത്തില്ലല്ലോ എന്ന് പറഞ്ഞ സന്തോഷവും ശ്രീകാന്തിനുണ്ടായിരുന്നു. അതിനുശേഷം ശങ്കരൻ വീട്ടിൽ തന്നെ കിടപ്പിലാവുന്നുണ്ട്. അത് കഴിഞ്ഞ് വിക്രത്തിൻ്റെ സുഹൃത്തുക്കൾ വിക്രത്തിനെ കാണാൻ വേണ്ടി ജയിലിലോട്ട് വരുന്നുണ്ട്. രാജേട്ടൻ ഉൾപ്പെടെയാണ് വരുന്നത്. ആ സമയത്ത് വിക്രം ചോദിക്കുന്നുണ്ട്, രാജേട്ട, എൻ്റെ വേദയെക്കുറിച്ച് എന്തെങ്കിലും വിവരം ഉണ്ടോ എന്ന് ചോദിക്കും.
വേദയുടെ ഒരു വിവരം ഞങ്ങൾക്ക് അറിയത്തില്ല വിക്രം. ഞങ്ങൾ അന്വേഷിച്ചു, നിൻ്റെ അച്ഛനും അമ്മയും എല്ലാം വേദയെക്കുറിച്ച് അന്വേഷിക്കുന്നുണ്ട്. പിന്നെ ജഡ്ജി സാറിൻ്റെ അടുത്തും അന്വേഷിക്കാൻ പോകാൻ പറ്റിയ സാഹചര്യമല്ല ഇപ്പം. എന്തു പറ്റി? അത് അദ്ദേഹം കിടപ്പിലാണെന്ന് പറയും. കിടപ്പിലോ? അതെ, അദ്ദേഹം ഇപ്പം ഒരു ഭാഗം തളർന്ന് കിടപ്പില്ല, സംസാരിക്കാനൊന്നും പറ്റുന്നില്ലെന്ന് പറയും. ഇതിനെല്ലാം കാരണം ശ്രീകാന്തായിരിക്കും. അവന് സമ്പത്തിനോട് അങ്ങ് അതിമോഹമാണ്. അവൻ അദ്ദേഹത്തെ എന്തെങ്കിലും അപകടപ്പെടുത്തി കാണും. എൻ്റെ വേദയെ അപകടപ്പെടുത്തി കണക്ക്. വേദയ്ക്കൊന്നും സംഭവിച്ചു കാണില്ല, അവൾ നല്ല ധൈര്യമുള്ള കുട്ടിയില്ലേ, എവിടെയെങ്കിലും സുരക്ഷിതമായിട്ടിരിക്കും. നീ ജയിലിൽ നിന്ന് പുറത്തിറങ്ങി വരുന്ന ആ സമയത്ത് വേദ തിരിച്ചു വരുമെന്ന് രാജേട്ടൻ വിക്രത്തോട് പറയുന്നു. വാസവൻ സാറ് MLA സ്ഥാനം രാജിവെക്കുന്ന കാര്യം പറഞ്ഞെന്ന് പറയും. രാജിവെക്കുന്നോ? അതെ, അദ്ദേഹത്തിൻ്റെ മകൻ വരുണിനെ കൊന്നത് ശ്രീകാന്താണെന്നൊരു സംശയം അദ്ദേഹത്തിനുണ്ട്. ദീപ്തിമോൾ അങ്ങനെ ഒരു കാര്യം വാസവനോട് വാസവൻ സാറ് പറഞ്ഞെന്ന് പറയും. അതെ, അവൻ തന്നെയാണ് വരുണിനെ കൊലപ്പെടുത്തിയെന്ന് പറയും. നിനക്ക് ആ കാര്യം അറിയാമായിരുന്നു എന്ന് രാജേട്ടനോട് വിക്രം പറയുകയാണ്. വാസവൻ സാറ് MLA സ്ഥാനം രാജിവെച്ചിട്ട് സൈനി സാറിനെ കൊടുക്കാനാണ് ഉദ്ദേശിക്കുന്നതെന്ന് പറയും. സൈനി സാറ് പറയുന്നുണ്ട്, നമുക്ക് ഹൈക്കോടതിയിൽ ഒരു അപ്പീൽ പോകാമെന്ന് പറയുന്നുണ്ട്, നമുക്ക് അങ്ങനെ ചെയ്യാം, എന്നാലും നിനക്ക് എത്രയും പെട്ടെന്ന് പുറത്തിറങ്ങാൻ കഴിയട്ടെ എന്ന് പറയും. ഞാനൊരു തെറ്റും ചെയ്തിട്ടില്ല രാജേട്ടാ എന്ന് പറയും. ഞങ്ങൾക്കറിയാം, നിൻ്റെ അച്ഛനും അതുപോലെ പറഞ്ഞു, നിനക്ക് ഒരാളെ കൊല്ലാനൊന്നും കഴിയത്തില്ല, ഞങ്ങൾക്കറിയാം വിക്രം. നീ ഉള്ള സമയത്ത് എന്ത് സന്തോഷമായിരുന്നു നമ്മുടെ വർക്ക്ഷോപ്പിൽ. ഇപ്പം ആരുമില്ല, നീയില്ല, അനിയൻകുട്ടനില്ല, രാവിലെ പോകുന്നു തിരിച്ചു വരുന്നു, അത്രമാത്രം. ഒരു സന്തോഷം കളിയും ചിരിയും ഒന്നുമില്ല എന്നൊക്കെ പറഞ്ഞ് വലിയ വിഷമത്തോടെയാണ് രാജേട്ടൻ പറയുന്നത്. എന്നാലും നമ്മുടെ അനിയൻകുട്ടൻ എൻ്റെ കൺമുമ്പിൽ വെച്ച അവൻ, ആ ശ്രീകാന്ത് എൻ്റെ അനിയൻകുട്ടനെ കുത്തിക്കൊലപ്പെടുത്തി എന്നൊക്കെ പറയും. അത് കേൾക്കുമ്പോഴത്തേക്കും ഭയങ്കര വിഷമമാണെന്ന് പറയും. കേൾക്കുമ്പോഴത്തേക്ക് വിക്രത്തിനങ്ങ് ഭയങ്കര സങ്കടം വരുന്നുണ്ട്. അതിനുശേഷം വിക്രം ഇങ്ങനെ ജയിലിൽ ഇരിക്കുന്ന സമയത്ത് സൂപ്രണ്ട് വന്നിട്ട് ചോദിക്കും, അല്ല എന്താ നീ ഒറ്റയ്ക്കിരിക്കുന്നത്? ഞാൻ എപ്പോൾ നോക്കിയാലും നീ ഒറ്റയ്ക്കിരിക്കുന്നതാണല്ലോ കാണുന്നതെന്ന് ചോദിക്കും. ഒന്നുമില്ല, ഇന്ന് ഇവിടുത്തെ PC വന്നിട്ടില്ല, നിനക്ക് കുറച്ച് ജോലി തരാം, നീ എൻ്റെ കൂടെ വരാൻ പറയും. അങ്ങനെ വരുമ്പോൾ എന്താ സാറേ, ഈ ഫയലൊക്കെ ഒന്ന് അടുക്കി പറയ്ക്കും, അങ്ങോട്ടൊക്കെ ഭയങ്കര പൊടി, അതൊക്കെ ഒന്ന് തൂത്ത് വൃത്തിയാക്കണമെന്ന് പറയും. ഞാൻ ചെയ്യാമെന്ന് പറയും. അങ്ങനെ അതെല്ലാം ക്ലീൻ ചെയ്ത് നിൽക്കുകയാണ്. ആ സമയത്ത് വിക്രത്തിനെ കാണുമ്പോൾ ചോദിക്കും, നിൻ്റെ പേരെന്താ? അങ്ങനെ പേര് പറയും. നിൻ്റെ സ്ഥലം, നീ ഏതുവരെ പഠിച്ചിട്ടുണ്ട് എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുകയാണ്. ആ സമയത്ത് വിക്രം പറയും, സാറേ ജോലിയെല്ലാം തീർത്തെന്ന് പറയും. ശരി, എനിക്ക് പൊയ്ക്കോ എന്ന് പറയും. അങ്ങനെ വിക്രം അങ്ങോട്ട് പോകുന്ന ആ സമയത്താണ് സൂപ്രണ്ടിൻ്റെ വൈഫ് അങ്ങോട്ട് വരുന്നത്. വൈഫ് വിക്രത്തിനെ നോക്കുകയാണ്. അല്ല, ഇത് വിക്രമല്ലേ എന്ന് ചോദിക്കും. ഉടനെ അവരുടെ അടുത്ത് സൂപ്രണ്ട് ചോദിക്കും, അയാളെ അറിയാമെന്ന് ചോദിക്കും. അറിയാം, എൻ്റെ കോളേജ് മേറ്റ് ആയിരുന്നു പറയും. കോളേജ് മേറ്റോ? അതെ, ഞങ്ങൾ ഒരുമിച്ച് പഠിച്ചതാണ്, സ്കൂൾ കാലം തൊട്ടേ ഞങ്ങൾ ഒരുമിച്ച് പഠിച്ചതാണ്, സുധാകരൻ മാഷിൻ്റെ മകനാണെന്ന് പറയും. എനിക്ക് മനസ്സിലായില്ല. അത് ഞാൻ ചേട്ടനോട് പറഞ്ഞിട്ടില്ലേ, സ്കൂളിലും കോളേജിലും സ്പോർട്സിലും എല്ലാം മിടുക്കനായ ഒരു കുട്ടി ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്നു. അത് സ്കൂൾ സമയത്തും എല്ലാ കോമ്പറ്റീഷനിലും വിക്രം പങ്കെടുക്കും, എല്ലാത്തിലും പങ്കെടുക്കുന്നതൊക്കെ വിജയിക്കുകയും ചെയ്യും. അതുപോലെ കോളേജിലായ സമയത്ത് സ്പോർട്സ് ടീമിലും അതുപോലെ ക്യാമ്പസിലും എല്ലാം വിക്രം ഒരു തരംഗമായിരുന്നു പറയും. അന്ന് എല്ലാവരുടെയും ഒരു ഹീറോ ആയിരുന്നു വിക്രം. പഠിക്കാനോ മിടുക്കനായിരുന്നു പറയും. പക്ഷേ വിക്രം ഈ ഒരു അവസ്ഥയിൽ വിക്രത്തിലൂടെ കാണും ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ലെന്ന് പറയും. അപ്പോൾ ചോദിക്കും, വിക്രം വിവാഹം കഴിച്ചിരിക്കുന്നത് ജില്ലാ ജഡ്ജിയുടെ മകളെയാണെന്ന് ഞാൻ അറിഞ്ഞില്ലെന്നൊക്കെ പറയും. എന്തു പറ്റി വിക്രം എന്ന് പറഞ്ഞുകൊണ്ട് വിക്രത്തിൻ്റെ അടുത്തോട്ട് ആ കുട്ടി വരികയാണ്. ആ സമയത്ത് വിക്രം ഒന്നും മിണ്ടത്തില്ല, വിക്രം അങ്ങ് പോകും. എന്നിട്ട് ചോദിക്കും, ചേട്ടാ വിക്രം ഒരു തെറ്റും ചെയ്തിട്ടില്ല, വിക്രത്തിനെ എനിക്ക് ചെറുപ്പം തൊട്ടേ അറിയാം, വിക്രം മുമ്പ് ഒരു തവണ ജയിലിൽ പോയിട്ടുണ്ട്, പക്ഷേ അത് ചെയ്യാത്ത വിക്രത്തിന് ആരെയും കൊല്ലാനൊന്നും കഴിയത്തില്ല, ഇതിലെന്തോ ചതിയുണ്ട് ചേട്ടാ, എന്തെങ്കിലും ഒരു സഹായം വിക്രത്തിന് ചെയ്തു കൊടുക്കണം, വിക്രം വളരെ നല്ലൊരു ചെറുപ്പക്കാരനാണെന്നുള്ള കാര്യമൊക്കെ പറയുന്നുണ്ട്. ഇത് കേൾക്കുന്ന സൂപ്രണ്ട് വിക്രത്തെക്കുറിച്ച് അന്വേഷിക്കുന്നുണ്ട്. അങ്ങനെ വിക്രത്തെക്കുറിച്ച് അന്വേഷിക്കുന്നതെന്നും വിക്രത്തിനെക്കുറിച്ച് ഒരു ബ്ലാക്ക് മാർക്കും അദ്ദേഹത്തിന് കിട്ടത്തില്ല, വളരെ നല്ലൊരു ചെറുപ്പക്കാരനായിരുന്നെന്നും ജോലി ചെയ്ത് ജീവിക്കുന്നു, ജില്ലാ ജഡ്ജിയുടെ മകളെ വിവാഹം കഴിച്ചിരിക്കുന്ന കാര്യം എല്ലാം അദ്ദേഹത്തിന് മനസ്സിലാവുന്നുണ്ട്. അതിനുശേഷം വിക്രത്തോട് സൂപ്രണ്ട് സംസാരിക്കുന്നുണ്ട്. എനിക്ക് നിന്നെക്കുറിച്ച് കൂടുതൽ കാര്യങ്ങൾ അറിയണം, അത് നീ തന്നെ പറയണമെന്ന് പറയും. അശ്വതി പറഞ്ഞ കാര്യങ്ങൾ മാത്രമേ എനിക്ക് അറിയത്തുള്ളൂ എന്ന് പറയും. അങ്ങനെ വിക്രത്തിൻ്റെ കഥ മുഴുവൻ സൂപ്രണ്ടിനോട് പറയുകയാണ്. അതിൽ നിന്ന് തന്നെ വിക്രം ഒരു നിരപരാധിയാണെന്നുള്ള കാര്യം അദ്ദേഹത്തിന് മനസ്സിലാവുന്നുണ്ട്. എങ്കിൽ പോലും അദ്ദേഹം വിക്രത്തിൻ്റെ സ്ഥലത്ത് ജോലി ചെയ്തിരുന്ന SIയെ വിളിച്ച് വിവരങ്ങളൊക്കെ അന്വേഷിക്കുന്നുണ്ട്. അതിൽ നിന്നും ആ കേസിനെ കുറിച്ചൊക്കെ ചോദിക്കുന്നുണ്ട്. ആ കേസിലും വിക്രത്തിന് പ്രതികൂലമായിട്ടാണ് തെളിവുകളെല്ലാം നിരത്തിയേക്കുന്നത്. അങ്ങനെയാണ് വിക്രം ജയിലിൽ വന്നത്. പക്ഷേ വിക്രത്തിന് അനുകൂലമായിട്ടോ സാക്ഷികളോ മൊഴികളോ ഒന്നുമില്ലായിരുന്നു. ആ സമയത്ത് തന്നെയാണ് വേദ ഡെലിവറി സംബന്ധമായിട്ട് പ്രസവവേദനയൊക്കെ ആയിട്ട് നിൽക്കുകയാണ്. ആ സമയത്താണ് വേദയുടെ ഫ്രണ്ടാണ് വേദ ഹോസ്പിറ്റലൊക്കെ ആകുന്നത്. അതിനുശേഷം വേദ ഒരു പെൺകുഞ്ഞിന് ജന്മം നൽകുന്നുണ്ട്. ആ വേദയ്ക്ക് വേണ്ട എല്ലാ സഹായങ്ങളും ആ പെൺകുട്ടിയാണ് ചെയ്തു കൊടുക്കുന്നത്.
വേദ വിക്രത്തിൻ്റെ ഫോട്ടോയൊക്കെ പിടിച്ചിങ്ങനെ നോക്കിക്കൊണ്ടിരുന്ന് കരയുകയാണ്. വിക്രം എവിടെയാണെന്ന് പോലും വേദയ്ക്ക് അറിയത്തില്ലായിരുന്നു. അങ്ങനെ വേദയ്ക്ക് സ്വന്തം കുഞ്ഞിൻ്റെ മുഖം ഒന്ന് കാണാനെങ്കിലും വിക്രത്തിന് കഴിയുമായിരുന്നു എന്നൊക്കെയുള്ള കാര്യങ്ങളൊക്കെ ഇങ്ങനെ ആലോചിച്ച് വിഷമിച്ചിരിക്കുകയാണ്. അതിനുശേഷം സൂപ്രണ്ട് എസ് ഐയുമായിട്ട് സംസാരിക്കുന്നുണ്ട്. ഈ കേസ് ആരാ കോടതി വാദിച്ചെന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അത് ദർശൻ എന്ന് പറഞ്ഞ ക്രിമിനൽ ലോയറാണെന്ന് പറയും. അങ്ങനെ ദർശനെ എനിക്കൊന്ന് കാണണമെന്ന് പറയും. അങ്ങനെ ദർശൻ സൂപ്രണ്ടുമായിട്ടൊരു മീറ്റിംഗ് അറേഞ്ച് ചെയ്യുന്നുണ്ട്. അങ്ങനെ ദർശനെ കാണാനായിട്ട് അദ്ദേഹം അങ്ങോട്ട് വരുന്നുണ്ട്. എസ് ഐയും കൂടെ ഉണ്ട്. അങ്ങനെ വിക്രത്തിൻ്റെ കാര്യമൊക്കെ ചോദിക്കുന്നു. അപ്പം ദർശൻ പറയുന്നുണ്ട്, അത് സാർ വിക്രം തെറ്റ് ചെയ്തിട്ടുണ്ട്, എൻ്റെ അച്ഛനെയാണ് വിക്രം കൊലപ്പെടുത്തിയെന്ന് ചോദിക്കും. ദർശൻ നിങ്ങളുടെ അളിയൻ പറഞ്ഞതനുസരിച്ച് മാത്രമാണ് നിങ്ങൾ കോടതിയിൽ വിക്രത്തിനെതിരെ എല്ലാ തെളിവുകളും നിരത്തിയത്. പക്ഷേ ഇതിൻ്റെ സത്യാവസ്ഥ അറിയാൻ നിങ്ങൾ ഒരിക്കൽ പോലും ശ്രമിച്ചിട്ടില്ല. വിക്രത്തിനെക്കുറിച്ച് നിങ്ങൾക്ക് നല്ലോണം അറിയാമായിരുന്നല്ലോ. വിക്രം എന്തെങ്കിലും തെറ്റ് ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ശിക്ഷിക്കാമായിരുന്നു. പക്ഷേ വിക്രം ഇത് ചെയ്യാത്ത തെറ്റിനാണ് അദ്ദേഹം ജയിലിൽ പോയിരുന്നുണ്ടെങ്കിൽ മുമ്പ് ഒരു തവണ വിക്രം ഇതുപോലെ ചെയ്യാത്ത തെറ്റിനാണ് ജയിലിൽ പോയത്. നിങ്ങൾക്ക് വിക്രത്തിനെതിരെ കോടതി ഹാജരാകുന്നതിന് മുമ്പ് തന്നെ വിക്രം എന്തെങ്കിലും തെറ്റ് ചെയ്തോ നിങ്ങൾക്കൊന്ന് അന്വേഷിക്കാമായിരുന്നു എന്ന് പറയും. ഇത് കേൾക്കുമ്പോൾ ദർശൻ എന്തോ ഒരു കുറ്റബോധം കണക്ക്. കാരണം വിക്രത്തിന് വേദയും നല്ലോണം അറിയാമായിരുന്ന ദർശന് ഒരു തെറ്റ് പറ്റിപ്പോയോ എന്നൊരു സംശയം തോന്നുന്നുണ്ട്. ഇതെല്ലാം വിക്രത്തിനെതിരെ നിങ്ങൾ തയ്യാറാക്കിയ സാക്ഷികളും മൊഴികളുമാണ്. ഇതിൻ്റെ അടിസ്ഥാനപ്പെടുത്തി ഞങ്ങൾ ഇടുക്കിയിലോട്ട് പോകുന്നുണ്ട്. രാജാക്കാട് അവിടെ ആയിരുന്നു വിക്രവും വേദയും അവസാനമായിട്ട് താമസിച്ചിരുന്നത്. അവിടെ വെച്ചാണ് അനിയൻകുട്ടൻ്റെ മരണവും നിങ്ങളുടെ അച്ഛൻ്റെ മരണവും നടന്നത്. ഞങ്ങൾക്ക് അവിടെ ചെന്ന് ഒരു അന്വേഷണം ഞങ്ങൾ നടത്തുന്നുണ്ടെന്ന് പറയും. അങ്ങനെ നിങ്ങൾക്കും കൂടി ഞങ്ങളുടെ കൂടെ വന്ന് കാര്യങ്ങൾ കണ്ട് ബോധ്യപ്പെടാമെന്ന് പറയും. അങ്ങനെ ദർശൻ പറയും, ഞാൻ വരാം. അങ്ങനെ ദർശനെയും കൂട്ടിക്കൊണ്ടാണ് അവരങ്ങോട്ട് പോകുന്നത്. അവിടെ ചെല്ലുമ്പം എസ് ഐ സാബുവിനെയും ജോബിയൊക്കെ കാണുന്നുണ്ട്. ആ സമയത്ത് അവിടെ നിന്ന് നമ്മുടെ ഗീവർഗീസ് ഏട്ടനെയും മൈക്കിൾ അച്ഛനെയും സേതുവിനെയൊക്കെ കാണുന്നുണ്ട്. ആ സമയത്ത് സേതു എസ് ഐ അടുത്ത് പറയുന്നുണ്ട്, സാർ ഞാൻ നേരിട്ട് കണ്ടതാണ് ചന്ദ്രശേഖരനെ ശ്രീകാന്ത് കൊല്ലുന്നത്. പക്ഷേ ആ സമയത്ത് വിക്രം അങ്ങോട്ട് വന്നതുകൊണ്ടാണ് വിക്രം അവിടെ പ്രതിയായെന്ന് പറയും. അതിന് ഞാൻ ഐ വിറ്റ്നസ് ആണെന്ന് പറയും. അത് ദർശന മുമ്പിൽ വെച്ചാണ് പറയുന്നത്, ഞാൻ കണ്ടതാണ് സാർ നിങ്ങളുടെ അച്ഛനെ അയാൾ കൊല്ലുന്നതെന്ന് പറയും. എന്നിട്ട് അയാൾ തന്നെ വിക്രത്തിനെ അവിടെ പ്രതിയാക്കിയതാണ്, നിങ്ങളെ തെറ്റിദ്ധരിപ്പിച്ചതെന്നൊക്കെ പറയും. ഇതൊക്കെ കേൾക്കുന്ന ദർശന് ചെയ്തു പോയതൊരു വലിയ തെറ്റാണെന്ന് തന്നെ അവിടെ വെച്ച് തോന്നുകയാണ്. അതിനുശേഷം എസ് ഐ സാബുവിനെ കാണുന്നുണ്ട്. എസ് ഐ സാബുവിനെ കണ്ടിട്ട് ചോദിക്കുന്നുണ്ട് വരുണിൻ്റെ കൊലപാതകത്തെക്കുറിച്ച്. വരുണിനെ കൊന്നത് എസ് ഐ സാബു എന്നുള്ള കാര്യം ദർശൻ്റെ അടുത്ത് പറയുന്നുണ്ട്. അത് ആർക്ക് വേണ്ടിയാണെന്ന് ചോദിക്കുമ്പോൾ ശ്രീകാന്തിന് വേണ്ടിയാണ്. ദീപ്തിയും വരുണും തമ്മിൽ സ്നേഹത്തിലായിരുന്നു. അത് ശ്രീകാന്ത് സാറിന് ഒട്ടും ഇഷ്ടമല്ലായിരുന്നില്ല. അതുകൊണ്ടാണ് എനിക്ക് പൈസ തന്നിട്ട് വരുണിനെ കൊല്ലാനായിട്ട് ശ്രീകാന്ത് സാർ എന്നെ ഏർപ്പെടുത്തിയത്. ഞാനാണ് വരുണിനെ കൊന്നതെന്ന് പറയും. അതും വാസവന് പോലും അറിയത്തില്ല. വാസവനെ അയാൾ സ്വാധീനിച്ചിട്ട് പറയും വിക്രമാണ് വരുണിനെ കൊന്നതെന്ന് പറയും. മുമ്പ് വിക്രവും വരുണും തമ്മിൽ പ്രശ്നം ഉണ്ടായിട്ടുള്ളതുകൊണ്ട് ഈ രണ്ടാമത്തെ കൊലപാതകവും അയാളുടെ തലയിൽ വെച്ച് കിട്ടി കൊടുക്കുകയാണ്. അതുപോലെ തന്നെ അനിയൻകുട്ടൻ്റെ മരണം, അനിയൻകുട്ടനെ വെടിവെച്ച് കൊന്നത് ചന്ദ്രശേഖരനാണെന്നുള്ള കാര്യവും ദർശൻ്റെ മുമ്പിൽ വെച്ച് പറയുന്നുണ്ട്. അങ്ങനെ ദർശൻ്റെ മുമ്പിൽ വെച്ച് എല്ലാ തെറ്റുകളും ചെയ്തിരിക്കുന്നത് ശ്രീകാന്താണെന്ന് എസ് ഐ അവിടെ ബോധ്യപ്പെടുത്തുകയാണ്. ഇതെല്ലാം കേൾക്കുന്ന ശ്രീകാന്തിനോട് നല്ല ദേഷ്യം തോന്നുകയാണ്. താൻ ഇത്രയും നാൾ അയാൾക്ക് വേണ്ടിയാണല്ലോ എല്ലാം ചെയ്തു കൊടുത്തത്. ഇനി ഒരു കാരണവശാലും അയാൾ പുറത്തിറങ്ങരുത്, അതിനുവേണ്ട കാര്യങ്ങൾ ഞാൻ ചെയ്യാമെന്നുള്ള കാര്യം പറയുന്നുണ്ട്. അങ്ങനെ ദർശൻ അപ്പീലിന് പോവുകയാണ്. അങ്ങനെ അവിടെ നിന്ന് തന്നെ നമ്മുടെ ശ്രീകാന്തിന് സ്റ്റേഷനിലോട്ട് ഒരു നോട്ടീസ് വരുന്നുണ്ട്. സ്റ്റേഷനിലോട്ട് വരാനായിട്ട് ഒരു നോട്ടീസ് അയക്കുന്നുണ്ട്. അങ്ങനെ ശ്രീകാന്ത് ഇതിപ്പോൾ ആരാ എനിക്കെതിരെ അപ്പീൽ പോകാനൊക്കെ അങ്ങനെ അന്വേഷിക്കുന്നുണ്ട്. പക്ഷേ അത് ദർശനോട് പറയുന്നുണ്ട്. ദർശനാണത് ചെയ്തതെന്നുള്ള കാര്യം ശ്രീകാന്തിന് അറിയത്തില്ല. ശ്രീകാന്ത് അറിയാതെ തന്നെ ശ്രീകാന്തിനെതിരെയുള്ള എല്ലാ തെളിവുകളും ദർശൻ ശേഖരിക്കുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് നേരെ കോടതിയാണ് കാണിക്കുന്നത്. കോടതിയിൽ വന്നിട്ട് ദർശൻ വിക്രത്തിന് അനുകൂലമായിട്ടാണ് സംസാരിക്കുന്നത്. ആ സമയത്ത് ജഡ്ജി ചോദിക്കുന്നുണ്ട്, നിങ്ങൾ തന്നെയല്ലേ വിക്രത്തിന് അപ്പീൽ പോയെന്ന് പറയും. ആദ്യ സാർ ഞാനാണ് വിക്രത്തിന് മുമ്പ് ജയിൽശിക്ഷ വാങ്ങിക്കൊടുത്തത്. പക്ഷേ അതെനിക്ക് പറ്റിയൊരു തെറ്റാണ്. ഞാൻ ശരിയും തെറ്റും ഒന്നും ആലോചിക്കാതെ ചെയ്തു പോയൊരു തെറ്റാണ്. പക്ഷേ എന്നെ തെറ്റിദ്ധരിപ്പിച്ചതാണ് സാർ. അതുകൊണ്ട് തന്നെ ഞാൻ വിക്രത്തിനെ കുറിച്ച് അന്വേഷിച്ചു. അതിനുശേഷം വിക്രത്തിന് അനുകൂലമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും ഞാനിവിടെ സമർപ്പിച്ചിട്ടുണ്ട്. മുമ്പ് എസ് ഐ സാബുവും ജോബിയും ഒക്കെ തന്ന കള്ളമൊഴിയുടെ അടിസ്ഥാനത്തിലാണ് വിക്രം ജയിലിലായത്. സത്യാവസ്ഥയെല്ലാം ഈ ഫയലുണ്ടെന്ന് പറയും. അങ്ങനെ എല്ലാ തെളിവുകളും ശേഖരിച്ച് കോടതിയെ ബോധ്യപ്പെടുത്തുകയാണ്. അതിൽ നിന്ന് തന്നെ ജഡ്ജിക്ക് മനസ്സിലാവുന്നുണ്ട് വിക്രം തെറ്റൊന്നും ചെയ്തിട്ടില്ല, എല്ലാത്തിനും കാരണം ശ്രീകാന്താണെന്നുള്ളത്. അങ്ങനെ വിക്രത്തിനെ കോടതി നിരപരാധികം വിട്ടയക്കുകയാണ്. ആ സമയത്ത് അവിടെ കമലയും മാഷും എല്ലാവരും വരുന്നുണ്ട്. അങ്ങനെ വിക്രം അവരോട്
കൂടെ പുറത്തിറങ്ങുകയാണ്. ആ സമയത്താണ് ദർശനും വലിയ സന്തോഷവും. ദർശൻ പറയും, എന്നോട് ക്ഷമിക്കണം, നിങ്ങളെ രണ്ടുപേരെയും എനിക്ക് നല്ലോണം അറിയാമായിരുന്നു, എങ്കിൽ പോലും എൻ്റെ അച്ഛൻ്റെ മരണത്തിന് കാരണം വിക്രമാണെന്ന് അറിഞ്ഞപ്പം പിന്നെ ഞാൻ ശ്രീകാന്ത് പറഞ്ഞത് മാത്രമായിരുന്നു എൻ്റെ ചെവിയിൽ. അതുകൊണ്ടാണ് എനിക്കിങ്ങനെ ഒരു അബദ്ധം പറ്റിയത്. അതിൻ്റെ സത്യാവസ്ഥയെക്കുറിച്ച് അന്വേഷിക്കാൻ ഞാൻ ഒരിക്കലും ശ്രമിച്ചിട്ടില്ലെന്ന് പറയും. ആ സമയത്ത് വിക്രം ഏറ്റവും കൂടുതൽ കടപ്പെട്ടിരിക്കുന്നത് ആ സൂപ്രണ്ടിനോടാണ്. ആ സൂപ്രണ്ട് ആ സമയത്ത് അങ്ങോട്ട് വരും. ആ സമയത്ത് സാറിനോട് എത്ര നന്ദി പറഞ്ഞാലും തീരില്ല, സാറ് കാരണമാണ് എനിക്ക് പുറത്തിറങ്ങാൻ സാധിച്ചത് എന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷേ എൻ്റെ വേദ, താൻ വിഷമിക്കേണ്ടല്ലോ, തൻ്റെ വേദയെക്കുറിച്ച് ഞാൻ അന്വേഷിക്കുന്നുണ്ട്, എത്രയും പെട്ടെന്ന് തന്നെ തൻ്റെ വേദയെ തൻ്റെ അടുത്ത് എത്തിക്കുന്നുള്ള സഹായം ഞാൻ ചെയ്തു തരാമെന്ന് പറയും. അദ്ദേഹം ഒരു നല്ല മനുഷ്യനായിരുന്നു. അത് കഴിഞ്ഞിട്ട് വിക്രം ജയിലിൽ നിന്ന് പുറത്തിറങ്ങിയ കാര്യവും ശ്രീകാന്ത് ജയിലിലായ കാര്യമൊക്കെ പത്രത്തിൽ നിന്നും വേദ മനസ്സിലാക്കുന്നുണ്ട്. ദർശൻ പുനരപ്പീലിന് പോയ കാര്യവും അതിൽ നിന്ന് തന്നെ ദർശൻ തന്നെയാണ് വിക്രത്തിനെ രക്ഷിച്ചിരിക്കുന്നുള്ള കാര്യമെല്ലാം പത്രത്തിൽ നിന്ന് മനസ്സിലാക്കുന്ന വേദയ്ക്ക് വളരെയധികം സന്തോഷമാകുന്നുണ്ട്. കുഞ്ഞിനെയും കൂട്ടി നാട്ടിലേക്ക് പോകണമെന്നും വിക്രത്തിനെ കാണണമെന്നും ഒക്കെ വേദ മനസ്സിൽ പറയുന്നുണ്ട്. അങ്ങനെ വിക്രത്തിനെ കാണാനായിട്ട് വേദയും കുഞ്ഞും നാട്ടിലോട്ട് വരുന്നുണ്ട്. അപ്പോൾ അതൊക്കെയാണ് അതിൻ്റെ ഒരു പ്രൊമോ വിശേഷം നമ്മൾ വരാൻ പോകുന്ന സീസൺ 2 കാണും. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ.